നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ശക്തമായ വാദഗതികൾ ഉയർത്തിയാൽ ഏത് സർക്കാരും നിലംപതിക്കും, ഏത് അധികാര ശ്രേണിയിലുള്ളവർക്കും കൃത്യമായി തിരിച്ചടി കിട്ടും. മമതാ ബാനർജി ബംഗാളിന് വേണ്ടി അത് നടപ്പിലാക്കുമ്പോൾ അത് കോൺഗ്രസ് ഭരിക്കുന്ന BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് അതൊരു പ്രചോദനം തന്നെയാണ്. ബംഗാളിൽ SIR നടപടികൾ കൃത്യമായും ജുഡീഷ്യൽ കമ്മീഷന്റെ മേൽനോട്ടത്തിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു ജഡ്ജിയെങ്കിലും ഈ കാര്യത്തിൽ നിരീക്ഷകനായി വേണം. സുപ്രീം കോടതിയുടെ കർശന നിയമം അത് അംഗീകരിച്ചാൽ മാത്രമേ SIR നടപടികൾ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായി പരിപൂർണമായി അവിടെ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. രാജ്യവ്യാപകമായി SIR നടപടികൾ നടത്തി ഈ രാജ്യത്തിൻ്റെ സന്തുലിത അവസ്ഥ തകർക്കാനും, ഈ രാജ്യത്ത് എങ്ങനെയാണോ മതേതര സംസ്കാരത്തെ തകർക്കാൻ ഇഞ്ചിഞ്ചായി നരേന്ദ്രമോദി പല രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്, അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം അത് ആവുന്നത്ര രീതിയിൽ നടപ്പിലാക്കാൻ നോക്കിയെങ്കിലും അത് ഒത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പിന്നെ SIR നടപടി കൊണ്ട് ഈ രാജ്യത്ത് കൃത്യമായും BJPക്ക് അനുകൂലമല്ലാതെ വോട്ട് ചെയ്യുന്ന മേഖലകൾ കൃത്യമായി മനസ്സിലാക്കി തരംതിരിച്ച് അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് ഓമന പേരിട്ട് 2014 അമിത്ഷാ ഉത്തർപ്രദേശിലെ 71 സീറ്റുകൾ BJPക്ക് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഗ്രൗണ്ട് സെറ്റ് ചെയ്തത് എങ്ങനെയെന്നുള്ളത്, അതിനു വേണ്ടിയുള്ള ഡാറ്റ ശേഖരിച്ചത് എങ്ങനെയെന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. അതിന് കാരണമാകുന്നത് ഇപ്പോൾ ദേശീയ സെൻസസ് കണക്കിലെടുപ്പ് നടക്കുകയാണ്. ഈ ഡാറ്റകൾ BJP കൃത്യമായി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചോർത്തുകയാണ്. അതായത് കേന്ദ്ര സർക്കാരിലേക്ക് കിട്ടുന്ന ഡാറ്റകൾ BJP ആസ്ഥാനത്തേക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. കേന്ദ്ര സർക്കാരിലേക്ക് എത്തേണ്ട കൃത്യമായ നികുതിപ്പണം എങ്ങനെയാണ് അതിൻ്റെ ഓഹരി BJPക്ക് കിട്ടുന്നത്? എല്ലാവരും അത്ഭുതത്തോടെ അത് നോക്കിക്കാണുകയാണ്. BJP നേതാക്കൾക്ക് അല്ലെങ്കിൽ BJPക്ക് വേണ്ടി ഇലക്ഷൻ ഫണ്ടിന് വേണ്ടി കൃത്യമായി കോർപ്പറേറ്റ് കമ്പനികൾ പണം മുടക്കുന്നത്, അതുവഴി BJP എങ്ങനെയാണ് തഴച്ചു വളരുന്നത്, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് BJPക്ക് വേണ്ടി പണിയെടുക്കുന്നത് എന്നത് ഉദാഹരണ സഹിതമായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി സുപ്രീം കോടതിയെ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തത്. അതിനുശേഷമാണ് ബംഗാളിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി അനുകൂലമായ നിലപാടെടുത്തത്. ബംഗാളിൽ മമതാ ബാനർജി ഉള്ളിടത്തോളം കാലം BJPയുടെ കൃഷി ഇറക്കാൻ കഴിയില്ല. അതായത് ബീഹാറിൽ ഇറക്കിയ കോളിഫ്ലവർ കൃഷി ബംഗാളിൽ നടക്കില്ല എന്നർത്ഥം.